ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ രാത്രി 12 മണിക്കുള്ള പരിപാടിയാണ്. അതായത് ഒരുപാട് കാലം അല്ലേ, മാസങ്ങളോളം ഫ്രിഡ്ജിൽ കേടുവരാതെ എങ്ങനെ ബട്ടൂരി, ചപ്പാത്തി, പത്തിരി ഒക്കെ എടുത്തു വെക്കാമെന്നാണ് നമ്മുടെ ആർ ജെ നാജു പഠിക്കുന്നില്ല രാജിത. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഒരു ഡൗട്ട്, ഇതെങ്ങനെ ഇങ്ങനെ ആയാൽ ശരിയാവോ? എനിക്ക് ഒരുപാട് ഡൗട്ട്. എന്തിനാ ഫസ് ഇങ്ങനത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ പൊടി വാട്ടിയിട്ട് ഒരു 1-2 മറിച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങനെ കിട്ടും. ഹാഫ് വേവില്ലേ? ഹാഫ് വേവില്ല, ഒന്ന് ചൂട് കയറ്റിയാൽ മതി. എന്നിട്ട് നമ്മള് തണുത്തതിന്റെ ശേഷം നല്ല എയർ കിടക്കാത്ത കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച 1 മാസം. 1 മാസോ? ഭൂരി നമ്മള് ഡയറക്റ്റ് എടുത്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. സെയിം മെത്തേഡിൽ തന്നെ ബട്ടൂരി, സമൂസ, ചപ്പാത്തി ഒക്കെ ഇങ്ങനെ വാട്ടി വെച്ചാൽ നമുക്ക് പണി എളുപ്പമാണ്. ഫസ്റ്റ് ഞാൻ ആ പുതിയ പണി പഠിപ്പിച്ചു നോക്കും. ഇനി ഓളഞ്ഞി വാട്ടിയ പത്തിരിയൊക്കെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പത്തിരി പരത്തിയത് അങ്ങനെ വെച്ചാൽ പിന്നെ അന്നേരം എടുത്തിട്ട് ചൂടാന്ന് പറയാം. പക്ഷെ എനിക്കത് ഒട്ടിപ്പോവും, എനിക്കത് ശരിയാവില്ല. എൻ്റെ അമ്മായിയൊക്കെ ചെയ്തു തരണം അങ്ങനെ പരത്തിയിട്ടുണ്ട്. ജനു, എന്താണ് നമ്മുടെ പരിപാടി? ഹോംവർക്ക്. ഇതാണ് ശരിക്കും, ഇതാണ് ഹോംവർക്ക്. വീട്ടിലിരുന്ന് പഠിക്കാൻ. അല്ല, നമുക്ക് ഗെയിം എപ്പോഴാണ് തുടങ്ങുക? എന്താണ് ഇന്നത്തെ കണ്ടന്റ്? എന്താ അന്താക്ഷരി. 12 മണിയായി. നാളെ ക്ലാസ് ഉണ്ട്. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? മാത്സ്. എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? ഒന്നും പറയാനില്ല. എല്ലാവരും ചോറ് വെച്ച് കടന്നുറങ്ങാനല്ലേ? പൂരി വാട്ടി വെക്കുക. ഞാൻ ചൂടാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? 1 മാസം. ഇവിടെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ ഇതാണ് പരിപാടി. പകല വെച്ചാൽ ഒന്നുകൂടി രസമായിട്ട് കാണാമല്ലേ? രാത്രി രസം ഒരു നാളെന്താ സ്പെഷ്യൽ ആയിട്ടാ? നാളെ എൻ്റെ വക ഇപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചില്ല. അവളൊക്കെ രാവിലെ എണീച്ചോണ്ട് ഇന്നലെ ഇന്നെ പറ്റിച്ച് അതിനെന്താ നിങ്ങൾ എന്നോട് പറഞ്ഞ പത്തിരി ചപ്പാത്തി പോകണം? എൻ്റെ കുട്ടിയെ നിങ്ങൾക്ക് പത്തിരിയും ചപ്പാത്തി മതിയാകോളം ഉണ്ടായി തരും. ഞാൻ ഒന്നാകെ വാട്ടിയ ചിലപ്പോൾ പണിയായാലും ഉള്ളിൽ പൊടിയൊക്കെ കൊണ്ടേ കളയണ്ട്. നല്ലൊരു ഇതാണ്. അതെ, ഞാൻ എൻ്റെ കൈ കൊണ്ട് പൂരി പറ്റാൻ കഴിയില്ല. ഞാനൊരു വർഷമായി. എന്തേ ഈ കൈയിന് പറ്റില്ല. നാട്ടിൽ പോയ ഉമ്മി കൊടുക്കും പൂരി. അല്ലെങ്കിൽ ഉമ്മി വരുമ്പോഴാണ് കുട്ടിയൊക്കെ പൂരി കിട്ടുക. ഇവർക്ക് പൂരിനെ അവർക്കൊക്കെ ഇഷ്ടം. ഫസി പോകുമ്പോൾ പൂരി പരത്തി വെപ്പിക്കുകയാണ് ഞാൻ. ഒരു ഡൗട്ടായിരുന്നു പൊള്ളക്കോന്നൊരു ഡൗട്ട്. ആ ഡൗട്ടാണ് തീർത്തു കൊടുത്തു. ഇതിങ്ങനെ എടുത്ത് ശരിക്കൊരു പപ്പടത്തിൻ്റെ എന്താ നല്ല പൊള്ളപ്പൊക്കെ വന്ന് പപ്പടത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ ചൂടാക്കി എടുത്തായില്ലേ? ഒന്ന് വാട്ടിയിട്ടാണ് ചൂട് പോയിട്ട് നല്ല
ഇട്ടേക്കാം. ഓക്കെ, നല്ല ഫ്രഷ് പൂരി. നല്ല ഫ്രഷ് പൂരി കിട്ടുന്നതാണ് നമ്മുടെ RJ നാജു പറയുന്നത്. വടകര നജു. ശരിക്ക് വടകര എവിടെ വീട്? ഇപ്പൊ ബാംഗ്ലൂരാണ്. മലയാളിയാണല്ലോ. ശരിക്ക് വടകര ഏത് ഭാഗത്താണ്? I know you want Malayali and I am still Malayalam. I can do this. I something thought of Malayalam. This was in the country and the buri and tension. Oh, phone, some Malayalam and Bangalore and Australia and Dubai and the buri. ഭൂരിയുടെ ഇംഗ്ലീഷ് കൂടി പറയേ അല്ലേ? ഭൂരിയുടെ ഇംഗ്ലീഷ് എന്താ? പൂരി. Furi. ഭൂരി തന്നെയാണ്. Puri ka English puri. പൂരി. പൂരി പൂരി എന്ന് പറഞ്ഞാൽ അതാണ് പത്തിരിയുടെ പുയാപ്പിള അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ നമ്മൾ ഭൂരി എങ്ങനെയുണ്ട്? ചൂടാറി ടേസ്റ്റ് ഉണ്ടോ നോക്കിയേക്കാം. അടിപൊളിയാ. ഒരു പൊട്ടും കട്ട് കാട്ടുമ്പോഴേ ഞാനിതില്ല. അടിപൊളിയാ. അല്ല ഇതൊക്കെ വടകര തന്നെ പഠിച്ച്? എൻ്റെ പാപ്പാൻ്റെ പെങ്ങളെ. അമ്മാൻ്റെ മകൾ. ഉമ്മി അമ്മായി ഇങ്ങനത്തെ മടിപ്പികളൊക്കെ മുന്നേ 2 ദിവസം മുന്നേ അവരിങ്ങനെയുള്ള നോമ്പിന് ഒക്കെ നോമ്പിന് അത്താഴത്തിനൊക്കെ ഭയങ്കര പണിയല്ല. അപ്പൊ ഇങ്ങനെ വാട്ടി വെച്ചാല് പിന്നെ ഗസ്റ്റ് വരാനായിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക തിന്ന് മരിപ്പിക്കാന്നാണ് കുറെ തരം ആക്കുമല്ലോ. അപ്പൊ ഈ ചപ്പാത്തിയൊക്കെ ആക്കുമ്പോ ഇങ്ങനെ വാട്ടി വെക്കും. അങ്ങനെയാണ് പഠിച്ചതാ ഉമ്മി അമ്മായി മെയിനായിട്ട് ഇതിൻ്റെ ആൾക്കാർ. അതായത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ട. നാളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ട. അത് ഇങ്ങനെ തന്നെ നമ്മൾ മൂടി വെച്ചാൽ നാളെ എടുക്കുകയാണെങ്കിൽ പിന്നെ പൊടിയൊക്കെ കുറെ നമ്മളിപ്പോൾ സാധാരണ പൊടി കുഴച്ചിട്ട് അധികമായി പോകൂലേ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വാട്ടി വെച്ചാൽ പൊടി വേസ്റ്റ് ആവില്ല. നമ്മൾ ആ മാവ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതിലും ബെറ്ററാണ്. പിന്നെ നമ്മളടുത്ത് പരത്താനൊന്നും നിൽക്കണ്ടല്ലോ. അതാണ് കൊണ്ടുള്ളൊരു ഗുണം. പിന്നെ ചപ്പാത്തി ചൂടാണെങ്കിൽ ആ ചൂടുന്ന സമയത്ത് കുറച്ച് എണ്ണ കൊണ്ട് വെച്ചോട്ടാണ്.